ജീവിതത്തിൽ വലിയവരായ ചിലരൊക്കെ അറിയാതെ മണ്ടത്തരങ്ങൾ ചെയ്യാറുണ്ട്. മണ്ടത്തരം ചെയ്യാൻ വേണ്ടി അവരങ്ങനെ ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നു. അത് രാഷ്ട്രീയ രംഗത്തുണ്ട്, സാമൂഹിക രംഗത്തുണ്ട്, എഴുത്ത് രംഗത്തുണ്ട്, സിനിമാ രംഗത്തുണ്ട്. സിനിമാ രംഗത്ത് വന്നപ്പോഴാണ് നമ്മൾ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത്. മോഹൻലാൽ എന്തോ ഒരു മണ്ടത്തരം ചെയ്തിരിക്കുന്നു. മോഹൻലാൽ മണ്ടത്തരം ചെയ്തു വെച്ചിട്ട് മമ്മൂട്ടി മണ്ടത്തരം ചെയ്യണമെന്നുണ്ടോ? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കത്തിൽ അഭിനയിക്കുന്നവരായാലും രാഷ്ട്രീയക്കാരായാലും എഴുത്തുകാരായാലും എല്ലാം പ്രശസ്തരാവണം, വലുതാവണം, ജനങ്ങൾ അംഗീകരിക്കണം, അവാർഡുകൾ കിട്ടണം, കാശുണ്ടാക്കണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. ചിലർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും, ചിലരിങ്ങനെ ന്യൂട്രടിച്ചിങ്ങനെ കിടക്കും, മറ്റു ചിലർ താഴെ കിടക്കും. കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന കുറേ പേരുണ്ട് എല്ലാ രംഗത്തും. നമ്മളിവിടെ പറയുന്നത് സിനിമയെക്കുറിച്ചാണ്. സിനിമയെക്കുറിച്ചല്ലേ പറയേണ്ടത്. സിനിമയിൽ നിങ്ങൾ നടനായാലും എഴുത്തുകാരനായാലും പാട്ടെഴുതുകാരനായാലും ക്യാമറമാനായാലും എന്തായാലും ശരി, ഫിലിം ബൈ എന്ന് പറയുന്നത് സംവിധായകരെക്കുറിച്ചാണ്. എന്നീ സംവിധായകരെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടോ? സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു സീനിൽ അഭിനയിച്ച ആൾക്കാരും നടന്മാർ പോലും നടികൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അവരെ ജനം തിരിച്ചറിയുന്നുണ്ട്. സംവിധായകരെക്കുറിച്ച് അങ്ങനെ അറിയുന്നില്ല. എന്നാൽ പലരുടെയും ആഗ്രഹം എന്താ? സംവിധാനം ചെയ്യണം. ഒരു സിനിമാക്കാരൻ പൂർണ്ണനാകണമെങ്കിൽ സംവിധായകനാകണം എന്നുള്ളതാണ്. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ പലരും അങ്ങനെ തന്നെയാണ്. നടന്മാർ സംവിധായകരായിട്ടുണ്ട്, എഴുത്തുകാർ സംവിധായകരായിട്ടുണ്ട്, പാട്ടെഴുത്തുകാർ സംവിധായകരായിട്ടുണ്ട്, അങ്ങനെ മിക്കവരും അങ്ങനെയായിട്ടുണ്ട്. ചിലർ വിജയിച്ചിട്ടുണ്ട്, ചിലർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് നല്ല നല്ല ഫ്രെയിം ബ്യൂട്ടി ഒക്കെ ഉണ്ടായി നല്ല ക്യാമറ സെൻസുള്ള നാഷണൽ അവാർഡൊക്കെ നേടിയ ക്യാമറമാരുണ്ട്. അവരൊക്കെ സിനിമ ചെയ്യുമ്പോഴോ ഫ്ലോപ്പായിട്ടുണ്ട്. രണ്ടാമത് സിനിമ അവർ കിട്ടാറില്ല. അതല്ലെങ്കിൽ അവർ ഈ രംഗത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെ സ്ഥിരം വിളിച്ചിരുന്ന ആൾക്കാരെ വിളിക്കാറില്ല. അങ്ങനെ പല പല നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പം പലരും പല നടന്മാരും സിനിമ സംവിധാനം ചെയ്തു കഴിഞ്ഞു. മറ്റു ചിലർ, അതായത് മമ്മൂട്ടിയുടെ മകനടക്കമുള്ളവർ, മോഹൻലാലിൻ്റെ മകനടക്കമുള്ളവർ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലൊതുക്കി അത് പുറത്ത് പറഞ്ഞ നടനുണ്ട് മമ്മൂട്ടി. ഇങ്ങനെ പറയുകയല്ലാതെ ഇതുവരെ സംവിധാനത്തിൻ്റെ തൊട്ട് തുടങ്ങിയിട്ടില്ല. ഓരോ വർഷം കഴിയും തോറും ചെയ്യാൻ പോകുന്നു, വ്യക്തമായൊരു കഥ കിട്ടട്ടെ, നല്ല കഥ കിട്ടട്ടെ, നല്ല എഴുത്ത് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുവരാണ് പതിവ്. അങ്ങനെ പറഞ്ഞ് കാലം കഴിക്കുന്നതല്ലാതെ മമ്മൂട്ടി സിനിമ സംവിധാനം ചെയ്തില്ല. എന്നാൽ വാർത്തകൾ പറയാതെ, ഒരു മുന്നറിയിപ്പും നൽകാതെ മമ്മൂട്ടിയേക്കാൾ ജൂനിയറായ മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്തു. ബറോസ് എന്നുള്ള സിനിമ. ആ സിനിമ തുടങ്ങി വെച്ചപ്പോൾ ചില കണക്കുകൂട്ടലുണ്ടായിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നുള്ള സിനിമ, ആദ്യത്തെ 3D, ആ സിനിമ കന്നഡ വിറ്റ് കാശ് വാരി ചരിത്രമുണ്ട് അല്ലേ? 3D ആകുമ്പോൾ അങ്ങനെയുണ്ട്, കന്നഡ വിറ്റിട്ടാണ് കാശ് വാരിയത്. മറ്റു കാര്യങ്ങൾ വേറെ. അങ്ങനെ കോടികൾ ഉണ്ടാക്കിയ സിനിമ, പേരുണ്ടാക്കിയ സിനിമ, അതിൽ അഭിനയിച്ച കുട്ടികൾക്കെല്ലാം നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ, ഈ നിരവധി ബഹുമതികളാണ് ആ സിനിമയ്ക്ക് കിട്ടിയത്. അതുപോലൊരു സിനിമ വീണ്ടും നിർമ്മിക്കാൻ മലയാളത്തിലെ ഒരു നിർമ്മാതാവിനും സാധിച്ചിട്ടില്ല. അതിൻ്റെ ടെക്നിക്കൊന്ന് വേറെയാണ്. എന്നാൽ അതിൽ സഹകരിച്ച ക്യാമറമാരുടെ രാമചന്ദ്ര ബാബു അടക്കമുള്ളവർ, രാമചന്ദ്ര ബാബുവിനും അങ്ങനൊരു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കുകയാണ് അദ്ദേഹം നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയത്. ഈ ബറോസിൻ്റെ ഓരോ കാലഘട്ടത്തിലും അതൊരു വൻ സിനിമയായി മാറും. മൈ ഡിയർ കുട്ടിച്ചത്തിനേക്കാൾ കൂടുതൽ കണ്ണട വിറ്റും ജനം കാണും, കാശ് വാരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇടക്കാലത്ത് വെച്ച് അവിടെ ചില ആൾക്കാർ തമ്മിലുണ്ടായ തെറ്റിദ്ധാരണകൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങളൊക്കെ ഉണ്ടായി. അത് പലർക്കും അറിയില്ലെങ്കിലും എന്തായാലും ഈ ഒരു മുറിവ് പറ്റിയാൽ അത് മുറിവ് തന്നെയാണ്. അത് സ്വർണ്ണൂലായാലും അങ്ങനെ തന്നെയാണ്. ഈ പടം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു.
ആ പടം 8 നിലയിൽ പൊട്ടി. മോഹൻലാലിന് പേരുദോഷം വന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്? അത് സംഭവിച്ചത് അതിൻ്റെ കഥയുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. ആ ജാതി ഒരു സിനിമയല്ല ഇവിടുത്തെ പ്രേക്ഷകർ, കുട്ടികളടക്കമുള്ളവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ പരാജയത്തിൻ്റെ ഒരു കാരണം. പിന്നെ നിരവധി കാരണങ്ങൾ നിരത്തി. അതുകൊണ്ടാണ് മോഹൻലാൽ മണ്ടത്തരം കാണിച്ചു എന്ന് പറയുന്നത്. മോഹൻലാലിനോട് ചോദിച്ചാൽ മണ്ടത്തരം കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതൊരു നല്ല സിനിമ തന്നെയാണ്. നമ്മുടെ നാട്ടുകാർക്ക് ദഹിച്ചിട്ടില്ല. ദഹിക്കാത്ത ആഹാരം കഴിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പം പറയുന്നത് എങ്ങനെയാണ്? ഇനി മമ്മൂട്ടി ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. മമ്മൂട്ടി ഇപ്പോൾ അസുഖം മാറി രംഗത്ത് വരുമ്പോൾ ജീവിതത്തിലെ അയാളുടെ ഏറ്റവും വലിയ മോഹമായ സംവിധാനത്തിലേക്ക് തിരിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ മമ്മൂട്ടി ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ മോഹൻലാലിനെ പോലെ മണ്ടത്തരം കാണിക്കുന്ന സിനിമയായിരിക്കുമോ ചെയ്യുക എന്നാണ് ചോദ്യവും ചർച്ചയും. അപ്പം അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ ടേസ്റ്റ് അനുസരിച്ച് ഒരു പഴശ്ശിരാജ ടൈപ്പ് ഒരു സിനിമ മമ്മൂട്ടി ചെയ്യുമോ? അത് ന്യൂഡൽഹി ടൈപ്പ് ഒരു സിനിമ ചെയ്യുമോ? അതല്ലെങ്കിൽ CBI ഡയറിക്കുറിപ്പ് പോലൊരു സിനിമ ചെയ്യുമോ? അതുമല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് വില്ലൻ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ ചെയ്യുമോ? ഏത് ടൈപ്പ് സിനിമയാവും മമ്മൂട്ടി ചെയ്യുക? മമ്മൂട്ടിയെ അറിയാവുന്നവർ മമ്മൂട്ടി വീണിടം വിഷ്ണുലോകമാക്കുന്നത് പോലെ വീണാൽ യാതൊരു പരുക്കുകൾ പറ്റാതെ ചാടിയടിക്കാൻ കഴിവുള്ളതുപോലെ മമ്മൂട്ടി ഇത്തരം ഒരു സിനിമയും ചെയ്യാൻ സാധ്യതയില്ല. എന്താ? മമ്മൂട്ടി ഒരു ഫാമിലി മാനാണ്. അപ്പോൾ ഫാമിലി മാനാകുമ്പോൾ മമ്മൂട്ടിയെ മോഹൻലാലിന് ആദ്യം സ്ത്രീ പ്രേക്ഷകർ കുറവായിരുന്നു. തുടക്കത്തിൽ മമ്മൂട്ടിക്ക് തന്നെയായിരുന്നു സ്ത്രീ പ്രേക്ഷകർ, കുടുംബ പ്രേക്ഷകർ. ആ കുടുംബ പ്രേക്ഷകരെ വെറുപ്പിക്കാൻ മമ്മൂട്ടി ഒരുക്കമാവില്ല എന്ന് ഉറപ്പിക്കാം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, മമ്മൂട്ടിയുടെ ആഗ്രഹങ്ങളല്ല. അങ്ങനെ വരുമ്പോൾ മമ്മൂട്ടി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എന്തായിരിക്കും? ഒരു കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ല കഥയായിരിക്കില്ലേ? അങ്ങനെ ഒരു കഥയായിരിക്കില്ലേ മമ്മൂട്ടി തിരഞ്ഞെടുക്കുക? അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രശസ്തനായ ഏതെങ്കിലും ഒരാളെ കൊണ്ടായിരിക്കും അതിൻ്റെ തിരക്കഥ എഴുതിക്കുക. അല്ലാതെ പുതിയ ആൾക്കാരെ വെച്ച് പരീക്ഷിക്കാൻ മമ്മൂട്ടി തിരിയില്ല. കാരണം മമ്മൂട്ടി തന്നെ ഈ സംവിധാന രംഗത്ത് പുതുമുഖമാണ്. അതുമല്ലെങ്കിൽ രചനയും സംവിധാനവും മമ്മൂട്ടി ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴും അതിന് പുതുമുഖങ്ങളുണ്ടായിരിക്കാം. അങ്ങനെ ഒരു കുടുംബ പ്രേക്ഷകരെ തനിക്ക് കൂടുതൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കഥ, ആർക്കും മനസ്സിലാകാവുന്ന രീതിയിലുള്ള കഥ. അതിൽ അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരിക്കാം, ആക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ചോദിക്കും തുടരും പോലെയാണോ എന്ന് ചോദിക്കാം. തുടരും പോലെയല്ല. മമ്മൂട്ടിയുടെ സങ്കല്പം കൊണ്ട് മമ്മൂട്ടിക്ക് ഓരോ സിനിമയ്ക്കും തൻ്റെ ഫ്രെയിം എങ്ങനെ ആയിരിക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെ അരച്ച് കലക്കി വരച്ച് കുരിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണ്, ഫിലിം ബൈ മമ്മൂട്ടി എന്ന് കാണിക്കുമ്പോൾ തന്നെ കുടുംബ പ്രേക്ഷകരുടെ സംവിധായകനായി മമ്മൂട്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കാനാണ് മമ്മൂട്ടിക്ക് ആഗ്രഹമെന്ന് മമ്മൂട്ടിയെ അറിയുന്നവർ പറയുന്നു. അത് കേട്ട് മമ്മൂട്ടി ഊറിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് സത്യം. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? നിങ്ങൾ പറയുന്ന പോലെ മോഹൻലാലിനെ പോലെ സംവിധാന രംഗത്ത് മമ്മൂട്ടി ഒരിക്കലും മണ്ടനാകില്ല. അങ്ങനെ മണ്ടനാകാൻ പോകുമ്പോൾ തന്നെയാണെങ്കിൽ സിനിമ സംവിധാനം ചെയ്യാതിരുന്നാൽ പോരെ?